ഞെട്ടിച്ച ഒരു ഞായർ. കൊച്ചി കളമശ്ശേരി യഹോവ സാക്ഷികളുടെ പ്രാർത്ഥന നടക്കുന്ന കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനത്തിൽ 2 പേർ മരിക്കുകയും 52ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത് ഒരു ദിവസം കടന്നുപോകുന്നു. മലയാളികളുടെ മനസ്സിൽ ഭീതി നിറഞ്ഞിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സ്ഫോടനങ്ങളും ആക്രമണങ്ങളും നമ്മുടെ നാട്ടിലും എത്തിയോ? ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്ന ചോദ്യങ്ങളുണ്ട്. ആരാണ് ഈ യഹോവ സാക്ഷികൾ? എന്താണ് അവരുടെ വിശ്വാസ രീതി? അത് പഠിക്കുമ്പോഴാണ് ഇവർ അതീവ വ്യത്യസ്തരായെന്നത് മനസ്സിലാവുന്നത്. മുഖ്യധാര ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായ സവിശേഷമായ വിശ്വാസ പ്രമാണങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു വിഭാഗമാണ് യഹോവ സാക്ഷികൾ. ഇവർ ക്രിസ്തു യഹൂദ മതങ്ങളിൽ പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്ന യഹോവ എന്ന നാമത്തിന് പ്രാധാന്യം കൊടുക്കുകയും അവനെ മാത്രം വിശ്വസിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് യഹോവ സാക്ഷികൾ എന്ന് അറിയപ്പെടുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുകയും അതുപോലെ തത്വം, ആത്മാവിന്റെ അനശ്വരത, നിത്യനരകം എന്നീ 3 അടിസ്ഥാന ക്രിസ്തുമത സങ്കല്പങ്ങൾ നിരാകരിക്കുകയും ചെയ്തുകൊണ്ടാണ് മുഖ്യധാര ക്രൈസ്തവ വിശ്വാസികൾ മതബാഹ്യമായ കൾട്ടായിട്ടാണ് യഹോവയുടെ സാക്ഷികളെ കണക്കാക്കപ്പെടുന്നത്. ലോകവ്യവസ്ഥയെ ദൈവം ഉടൻ നശിപ്പിക്കുമെന്നും തുടർന്ന് മനുഷ്യവർഗത്തിന്റെ സമസ്ത പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ശാശ്വത പരിഹാരമായി ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുമെന്നുമുള്ള യഹോവ സാക്ഷികളുടെ മുഖ്യ വിശ്വാസം. ചാൾട്ടൈസ് റസൽ എന്ന അമേരിക്കൻ ബൈബിൾ ഗവേഷകൻ 1876 സ്ഥാപിച്ച ബൈബിൾ സ്റ്റുഡൻസ് എന്ന സംഘടനയാണ് 1931 യഹോവ സാക്ഷികൾ എന്ന പേരിൽ ലോകമെമ്പാടും വ്യാപിച്ചത്. വാച്ച് ടവർ ബൈബിൾ ആൻഡ് ട്രക്കിംഗ് സൊസൈറ്റി എന്ന പേരിൽ ന്യൂയോർക്കിൽ സ്ഥാപിക്കപ്പെട്ട NGO വഴിയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. യഹോവ സാക്ഷികൾ 1905 കേരളത്തിൽ ആദ്യമായി പ്രചരണത്തിലെത്തിയത്. 1912 തിരുവനന്തപുരത്ത് എത്തുന്ന ചാൾസ് അന്ന് പ്രസംഗം ഞാറക്കാട് എന്ന സ്ഥലം ഇപ്പോൾ റസൽപുരം എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് അദ്ദേഹം തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ ക്ഷണം സ്വീകരിച്ച് VJT ഹാളിൽ പ്രസംഗിച്ചിരുന്നു. വല്ലപ്പള്ളി, മീനയിടം, പാമ്പാടി, പുതുപ്പള്ളി എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അന്നത്തെ കാലത്ത് പ്രവർത്തനങ്ങൾ കേരളത്തിൽ സജീവമായത്. കേരളത്തിലാകെ 25,000 യഹോവ സാക്ഷി വിശ്വാസികളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിലാകെ 1.5 ലക്ഷത്തോളം വിശ്വാസികൾ ഉണ്ട് എന്നാണ് കണക്ക്. ലോകമെമ്പാടുമുള്ള 1 കോടിയിലധികമാണ് വിശ്വാസികൾ എന്നും പറയുന്നുണ്ട്. വീട് തോറുമുള്ള സാക്ഷീകരണം, സൈനിക സേവനങ്ങളുടെയുള്ള എതിർപ്പ്, രക്തം സ്വീകരിക്കാത്തതും മറ്റും യഹോവ സാക്ഷികളുടെ പതിവാണ്. അതുപോലെ യഹോവയല്ലാതെ മറ്റൊന്നിനെയും വന്ദിക്കാൻ പാടില്ല എന്നതാണ് ഇവരുടെ വിശ്വാസം. ദേശീയ പതാകയെ വന്ദിക്കാനും ദേശീയഗാനം ആലപിക്കുന്നതും ഇവരുടെ വിശ്വാസത്തിൽ നിന്ന് വിലക്കിയിട്ടുമുണ്ട്. ഇതിന്റെ പേരിൽ കേരളത്തിൽ 1985 സ്കൂളിലെ 3 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് ബിനോജ് ഇമ്മാനുവേൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ നടന്ന ദീർഘമായ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതി വരെ പോയ ശേഷം 1986 യഹോവ സാക്ഷികൾക്ക് ദേശീയ ഗാനം ആലപിക്കാനുള്ള അവകാശം അനുവദിക്കപ്പെട്ടിരുന്നു. വിശ്വാസികളിലെ ഈ കടുംപിടുത്തം കാരണം പല രാജ്യങ്ങളിലും യഹോവ സാക്ഷികൾക്കെതിരെ നേരെ അക്രമങ്ങളും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ പ്രവർത്തനം നിരോധിക്കപ്പെടുകയും ചെയ്തതായാണ് ചരിത്രം.